ഡിസംബർ 4-ാം തീയതി വൈകിട്ട് ഒരു 6 മണിയാകുന്ന സമയത്ത് പാലക്കാട് കൂട്ടുപാത പൊള്ളാച്ചി റോഡുണ്ടല്ലോ, ആ റോഡിൽ അപ്പുപുള്ളിയൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടുണ്ടായ ആക്സിഡൻ്റാണ്. KSRTC ബസ്സും കിരൺ ബസ്സും കൂടെ കൂട്ടിയിടിച്ചിട്ടുണ്ടായ ആക്സിഡൻ്റാണ്. വലിയ രീതിയിൽ തന്നെ പരിക്കേറ്റുണ്ടായിരുന്നു ഒരുപാട് പേർക്ക്. കാരണം വർക്ക് കഴിഞ്ഞ് വരുന്നവർ കിരൺ ബസ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല പരിക്ക് ഉണ്ടായിരുന്നു. അവരിനെ എല്ലാവരുടെയും ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്തിന് എത്തിച്ചിട്ടുണ്ട്. നല്ല പരിക്കുള്ളവരിനെ പാലക്കാട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ചെറിയ പരിക്കുള്ളവർ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വേഗം എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ഏക കാരണം നമ്മളുടെ റോഡ് തന്നെയാണ്. വളരെ മോശത്തിൽ കിടക്കുന്ന ഈ റോഡാണ്. ഒരുപാട് തവണ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെയും ഈ റോഡിനെ. ഒരുപാട് കാലങ്ങളായി ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കണം. ഒരുപാട് ആക്സിഡൻറ്റും 2 വീലറും കാറും ബസ്സും ലോറിയും ഒരുപാട് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റോഡിൽ. പാറ മുതൽ കൊഴിഞ്ഞാമ്പാറ വരെയാണ് ഏറ്റവും മോശം റോഡ്. ഒരുപാട് കുഴികൾ നിറഞ്ഞിട്ടുള്ളൊരു റോഡാണ്. രാത്രിയൊക്കെ അറിയാത്ത ആൾക്കാർ വരികയാണ്. ഹൈ സ്പീഡിൽ വരുന്നവരൊക്കെ ഒരുപാട് ആക്സിഡൻറ്റിൽ പെട്ടിട്ട് ഒരുപാട് ആക്സിഡൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. 3-ാം തീയതി വൈകിട്ട് ഇതിൻ്റെ തലേ ദിവസം, ഈ ആക്സിഡൻറ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് 3-ാം തീയതി വൈകിട്ട് ഒരു 7-7:30 ആവുന്ന സമയത്ത് ടു വീലർ ആക്സിഡൻറ്റ് ഉണ്ടായി. ആ സമയത്ത് കറക്റ്റ് ചാച്ചൻ്റെ മോനും കൂടെ കടയിൽ പോയി സാധനം വാങ്ങിയിട്ട് വരികയായിരുന്നു. അതും സെയിം സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ഒരു പരിക്കും അധികം ഒന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടുവെങ്കിലും ഇന്ന് ഉണ്ടായ ആക്സിഡൻറ്റിൽ ഒരുപാട് പേരുടെ അവസ്ഥ വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ തന്നെയാണ്. കാരണം ഒരുപാട് കാലങ്ങളായി ഈ വലിയ കുഴി ഉണ്ടെങ്കിൽ പോലും ഒരു ഉദ്യോഗസ്ഥന്മാരും തിരിഞ്ഞു നോക്കാതെ ഒരു ആക്ഷൻ പോലും എടുക്കാതെ ഇതിങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ വില അത്രയേ ഉള്ളൂ എന്നാണോ ഈ ഗവൺമെൻറ്റൊക്കെ വിചാരിച്ചിരിക്കുന്നതെന്ന് പോലും നമുക്ക് സംശയം. കാരണം ഒരുപാട് പേര് ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൾക്കാർക്ക് സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഈ റോഡിൽ കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാർ പോലും ഇവിടെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതൊന്നും ശരിയാക്കാൻ ആരും മുൻകരുതൽ എടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നാണ് വാസ്തവം. ഇങ്ങനെയാണ് പോക്കെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്സിഡൻറ്റിനേക്കാൾ കൂടുതൽ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നേരത്തെ ഉണ്ടായത് ചെറിയ ആക്സിഡൻറ്റുകളായതുകൊണ്ടാവും ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇതിനൊന്നും തിരിഞ്ഞു നോക്കാത്തതും ഗൗരവ വിഷയമായി എടുക്കാത്തതൊന്നും. പക്ഷേ ഇനിയും ഇത് തുടർന്നു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിനേക്കാളും വലിയ ആക്സിഡൻറ്റുകൾ ഉണ്ടായി മനുഷ്യൻ്റെ ജീവൻ വരെ പോകുന്ന അവസ്ഥയിലൊക്കെ എത്തിക്കും. പക്ഷെ അതിന് മുൻപേ എങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും ഇനിയെങ്കിലും ഗവൺമെൻറ്റിൽ ആരെങ്കിലുമൊക്കെ ചേർന്നിട്ട് ഈ റോഡൊന്ന് ശരിയാക്കി തരണം.